وعلى آله وصحبه أجمعين أما بعد ബഹുമാനവും ആദരവും നിറഞ്ഞ നമുക്ക് വേണ്ടതുപോലെ ബുർദയെ സംബന്ധിച്ചും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും നല്ല അർത്ഥവത്തായ ശൈലിയിൽ നമുക്ക് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ഈ മഹല്ലത്തിന്റെ ഖത്തീബ് ഉസ്താദ് അവറുകൾ ആ ഉസ്താദിന്റെ വഅദിന്റെ മുന്നിൽ നമ്മുടെ വഅദും ആവശ്യമില്ല. ഇന്നത്തെ ഈ പരിപാടിയുടെ ബുർദ മജ്ലിസിനെ സംബന്ധിച്ചുള്ള എല്ലാ മഹത്വങ്ങളും ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇമ്പമേറുന്ന കാവ്യലോകത്തിന്റെ ഐതിഹാസികമായ മദീന മലർവാടിലേക്ക് മാറ്റിമറിക്കുന്ന അറബ്യൻ സാമ്രാജ്യത്തെ റൊമാന്റിക് ശില്പി ഇമാം ബൂസരി തങ്ങളുടെ സ്വന്തം അസ്തം കൊണ്ടുരചിച്ച ഖസീദത്തുൽ ബുർദ ഈ ഒരു സുന്ദരമായ വേദിയിൽ നമുക്ക് ബഹുമാനപ്പെട്ട പല വേദികളിലും ബുർദ ആലാപികൾ കൊണ്ട് ഒരു അത്ഭുതം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് അമാനി പട്ടുവം അവരുടെ ടീം ഇവിടെ ബുർദ ആലാപിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വേദിയെ അലങ്കരിക്കുകയാണ്. ഈ കോൽപ്പ എന്ന് പറയുന്ന ഉൾപ്രദേശമാണെങ്കിലും നിരവധി ചെറുപ്പക്കാർ ഇവിടെ ഉൾക്കൊണ്ട് ഇരിക്കുന്ന ഒരു പരിസരമാണ്. ഇന്ന് പല നാടുകളിൽ നോക്കുമ്പോഴും ഹറാമിയത്തിന്റെ ഭാഗത്തിലൂടെ അവിടെ നിന്ന് കളിയും മറ്റുള്ള അനാവശ്യങ്ങളും സംഘടിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹ് ഈ കോൽപ്പ മഹല്ലത്തിന്റെ യുവാക്കൾ ഒന്നിച്ചേർന്നുകൊണ്ട് കൊല്ലങ്ങളോളം മഹാനായ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുർദ മജ്ലിസ് അവിടെ സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും ഈ കൊല്ലം കാണുന്നത് വളരെ വിപുലമായ നിലക്കാണ്. നാം പല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നോക്കുമ്പോൾ നമ്മുടെ കോൽപ്പയുടെ യുവാക്കൾ അവിടുത്തെ ബുർദ മജ്ലിസിന് വേണ്ടി ദിവസങ്ങൾക്ക് മുമ്പ് ആ പള്ളിയുടെ മുമ്പാകത്തിൽ അവിടുന്ന് സ്റ്റേജിയുടെ പണിയെടുക്കുകയാണ്. അൽഹംദുലില്ലാഹ് വളരെ സുന്ദരമായ നിലയ്ക്ക് ഇത് ഏതെങ്കിലും എവൻസ്കാർ വന്ന് ഉണ്ടാക്കിയതല്ല. ഈ നാട്ടിന്റെ ചെറുപ്പക്കാർ 10 ഉമ്മ പെറ്റ മക്കൾ ഒരേ ഉമ്മാന്റെ മക്കളെ പോലെ ഐക്യത്തോടുകൂടെ യോജിപ്പോടുകൂടെ നാട്ടിന്റെ നന്മക്ക് വേണ്ടി അവിടുന്ന് ദിവസങ്ങളോളം ഈ മഹത്തായ ബുർദ മജ്ലിസിന് വേണ്ടി ഒന്നിച്ചേർന്നുകൊണ്ട് പണിയെടുത്ത് ഈ സുന്ദരമായ വേദി ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ടാണ് ഇന്ന് പല നാടുകളിൽ നോക്കിയാലും നമ്മുടെ ചെറുപ്പക്കാർ അനാവശ്യമായ ഹറാമിയത്തിനോടുകൂടെ രാത്രിയെന്നില്ല പകലെന്നില്ല കളിയും മറ്റുള്ള അനാവശ്യ കാര്യത്തിൽ തന്റെ അമൂല്യമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും വേണ്ട. നാം ഇവിടെ ശാശ്വതമായി ജീവിക്കുന്നവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകുന്നവരാണ്. നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിന്റെ ഈ ദുനിയാവിന്റെ ചൂട് എത്രയോ കിലോമീറ്റർ അപ്പുറമുള്ള ആ സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവിടുന്ന് വീട്ടിന്റെ ഉൾഭാഗത്തിലേക്ക് പോയാൽ പള്ളിയിലേക്ക് പോയാൽ നമുക്ക് ഫാൻ വേണം. അതും നമുക്ക് മതിയാകുന്നില്ല. ഇന്നിതാ എല്ലാ പള്ളികളിലും AC ആണ്. അത്രയും ചൂടാണ്. സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാം അവിടുന്ന് മരണപ്പെട്ട് നാളെ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ അതാ അവിടുന്ന് സൂര്യൻ ഇരിക്കുന്നത് നമ്മുടെ തലയുടെ ഒരു ചാണ്ട് മുകളിലാണ്. ആ സൂര്യൻ ഇരിക്കുന്ന സന്ദർഭം അവിടുന്ന് ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാത്ത സന്ദർഭം അവിടുന്ന് അതാ എല്ലാവരും പടപെടുക്കുന്ന സന്ദർഭം അവിടുന്ന് മഹത്തായ അവിടുന്ന് ദാഹിച്ച് വിശക്കുമ്പോൾ ഒരു പ്രാവശ്യം കുടിച്ചാൽ മരുദാഹമില്ലാത്ത പരിശുദ്ധമായ ഹൗദുൽ കൗസർ എന്ന പുണ്യജലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അതിനെ വാങ്ങി കുടിക്കണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നവരാവുക, അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാവുക, അവിടുത്തെ
മദ്ഹ് പാടുന്നവരാവുക, ആ മദ്ഹ് പാടുന്ന മജ്ലിസിൽ പോയി ഇരിക്കുന്നവരാവുക. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കോൽപ്പയുടെ യുവാക്കൾ അവിടെ അതാ കൊല്ലത്തൊരു ഒരിക്കൽ അതാ വളരെ വമ്പിച്ചതായ നിലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ബുർദ മജ്ലിസ് സംഘടിപ്പിക്കുകയാണ്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാത്ത സന്ദർഭം, അവിടെ അതാ ചില ആൾക്കാരുടെ വേർപ്പ് അവിടെ നിന്ന് മണികണ്ടു പറയും, മുട്ടു പറയും, അവിടെ നിന്ന് മുങ്ങിങ്ങനെ കുളിക്കുന്ന സന്ദർഭം. നമുക്ക് എപ്പോഴാണ് ശഫാഅത്ത് കിട്ടുന്നത് എന്നിങ്ങനെ പിടപെടുക്കുമ്പോൾ എല്ലാ നബിമാരുടെ അടുക്കലും അവിടെ നിന്ന് ഓടുകയാണ്. അവിടെ നിന്ന് എല്ലാവരും പറയുന്നത് നഫ്സി നഫ്സി, എന്റെ നഫ്സി എനിക്ക് വലുതാണ്, നിങ്ങൾ അപ്പുറം പോവുക എന്ന് നമ്മെ മാറി മാറി അയക്കുമ്പോൾ അവസാനമായി നാം പോയെത്തുന്നത് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് പെട്ടെന്നായി ഓടി വന്നുകൊണ്ട് അല്ലാഹുവിനോട് ശഫാഅത്ത് ചോദിക്കുകയാണ്. ആ ശഫാഅത്തുൽ ഉദമയിൽ നമുക്ക് ഒരുമിച്ച് കൂടണമെങ്കിൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാവുക, അവിടുത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാവുക, അവിടുത്തെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാവുക. എന്നാൽ മാത്രമേ നാം അവിടെ നദാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയും. നാളെ മഹ്ശറ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും. ഇല്ല കണ്ടാൽ നമുക്ക് നാളെ പരാജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുവാൻ, അവിടുത്തെ സ്വലാത്ത് വർദ്ധിപ്പിക്കുവാൻ, അവിടുത്തെ മജ്ലിസുകളെല്ലാം പോയിരുന്ന് അവിടുന്ന് ബർക്കത്ത് കൊടുക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട അലക്കിമജൽ ഖതീബ് ഉസ്താദ് പുത്തൂർ സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ഇതിന്റെ കരുത്തനായ പ്രസിഡന്റ്, നല്ല യുവവാഗ്മിയുമായ സാഹിത്യದ ವಿವಿಧ ಪ್ರಕಾರಗಳಲ್ಲಿ ಕೈಯಾಡಿಸಿ ಕಳೆದ ಹಲವಾರು ವರ್ಷಗಳಿಂದ ವೈಜ್ಞಾನಿಕ ಮನಸ್ಸುಗಳಿಗೆ ಪ್ರಭಾಸನವನ್ನು ರೇಷ್ಮೆದಾರಿಯಲ್ಲಿ ಮೌಲಾನಾ ಶರೀಫ್ ಸಕಾಫಿ ಉಸ್ತಾದ್ ತನ್ನ ಗದ್ಗರಿತ ಕಂಠದ ಮೂಲಕ ವೇದಿಕೆಯನ್ನು ಗಡಗಡಗಿಸುವ ಪಾರಂಪರ್ಯವನ್ನು ಪಡೆದು ಕೇಳುಗ ಮನಕಾಲಿನಿಂದ ಹಿಡಿದು ಶರೀರದ ಸರ್ವಾಂಗಗಳನ್ನು ರೋಮಾಂಚನಗೊಳಿಸಿ ಪ್ರಾಪ್ತಿಸಿಕೊಂಡ ಗದ್ಯಾಂತರಗೊಂಡ ಯುವಕರಿಗೆ ತಾಂಡುಗಾಲಿಕ ವಿಷಯವನ್ನು ತಿಳಿಸಿಕೊಳ್ಳುವ ಮೂಲಕ ಪ್ರಾಪ್ತಿಸಿಕೊಂಡ ಮೌಲಾನಾ ಶರೀಫ್ ಸಕಾಫಿ ಉಸ್ತಾದ್ ನಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ ಒಂದೆರಡು ಮಾತನಾಡಲಿಕ್ಕಿದ್ದಾರೆ. ಉಸ್ತಾದರನ್ನು ಪ್ರೀತಿಯಿಂದ ಪ್ರೋಡಿಯಂಗೆ ಬರಮಾಡಿಕೊಳ್ಳುತ್ತಾ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎಲ್ಲಾ ಶುಭಾಶಯಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ ನನ್ನ ಮಾತಿಗೆ ಕಡಿವಾಣವಾಗ್ತಾ ಇದ್ದೇನೆ. ಕೆಲವೇ ನಿಮಿಷಾರ್ಥಗಳಲ್ಲಿ ವಿಶ್ವದ ಸಾಟಿ ಇಲ್ಲದ ಸಾಹಿತಿಗಳ ಸಂಹಾರ, ವಿಶ್ವೋತ್ತರ ಅರಬಿಯನ್ ಕವಿ ಇಮಾಮ್ ಬೂಸೀರಿ ತಂಗಳವರ ಸ್ವಂತ ಹಸ್ತದಲ್ಲಿ ರಚಿಸಿದ ಕಸೀದತುಲ್ ಬುರ್ದಾ ಹಲವಾರು ಪ್ರವಾದಿ ಪ್ರಕೀರ್ತನ ವೇದಿಕೆಯಲ್ಲಿ ಮಿಂಚಿದ ಪ್ರಖ್ಯಾತ ಪ್ರಗಲ್ಭ ಪ್ರಬುದ್ಧ ಬುರ್ದ ತಂಡವಾದ ಅಬ್ದುಲ್ ಸಮಾದ್ ಅಮಾನಿ ಪಟ್ಟುಂ ಕೇರಳ ಈ ತಂಡದಿಂದ ಇಲ್ಲಿ ಬುರ್ದ ಆಲಾಪನಗೊಳ್ಳಲಿದೆ. ಈ ಕಾರ್ಯಕ್ರಮದ ಕೊನೆಯ ತನಕ ನಿಮ್ಮ ಈ ವಿನಯ ವೀಕ್ಷಣೆ ನಮ್ಮೊಂದಿಗಿರಬೇಕು ಎಂದು ಹೇಳುತ್ತಾ ನನ್ನ ಮಾತಿಗೆ ಕಡಿವಾಣ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತ್. ബഹുമാനപ്പെട്ട ഷരീഫ് സഖാഫി ഉസ്താദ് അവരുടെ പ്രോഗ്രാമിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.